ചിറ്റിലഞ്ചേരി MNKM ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷം ഗ്രാൻഡ് ഫിനാലെ നടത്തി. സമാപന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്നും വഴികാട്ടിയായ സ്കൂളിൻ്റെ ചരിത്രവും സ്കൂളിൻ്റെ അവിടുത്തെ അധ്യാപകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനിത് ആവർത്തിക്കുന്നില്ല. ഇന്നത്തെ ആഘോഷം വർഷങ്ങളുടെ അടയാളം മാത്രമല്ല, വർഷങ്ങളുടെ സമർപ്പണത്തിനും കഠിനാധ്വാനത്തിനും പഠനത്തിനും നേട്ടങ്ങൾക്കും ഒരു ആദരവ് കൂടിയാണ്. ഈ സ്ഥാപനത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നയിച്ചതിൻ്റെ തുടർച്ചയായ പ്രതിബദ്ധതയ്ക്ക് മാനേജ്മെൻറ്റ് മുതൽ അധ്യാപകർ വരെയുള്ള ഈ സ്കൂളിൻ്റെ നേതൃത്വത്തെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. യുവമനസ്സുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള നിങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. ഈ വാർഷികാഘോഷിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ശ്രദ്ധേയമായ യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത് മൂല്യവത്താണ്. വർഷങ്ങളായി ഈ സ്കൂൾ എണ്ണത്തിൽ മാത്രമല്ല, അതിൻ്റെ കാഴ്ചപ്പാടിലും പ്രശസ്തിയിലും സമൂഹത്തിനുള്ള സംഭാവനകളിലും വളർന്ന് ഈ എളിയ തുടക്കം മുതൽ വിദ്യാഭ്യാസം, കായികം, കല, വ്യക്തിജീവിതം എന്നിവയിൽ മികവ് പുലർത്തുന്ന നിരവധി തലമുറകളെ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ വാർഷികവും സ്ഥിരോത്സാഹത്തിൻ്റെയും പഠനത്തിൻ്റെയും മികവിൻ്റെയും കഥയിലെ ഒരു അധ്യായമാണ്. വിദ്യാഭ്യാസം നമ്മളിൽ വളർത്തുന്ന മൂല്യങ്ങളെക്കുറിച്ച് ജിജ്ഞാസ, പ്രതിരോധശേഷി, സ്വഭാവം, അനുകമ്പ എന്നിവയെക്കുറിച്ചാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും യഥാർത്ഥ പൈതൃകമാണ് ഈ മൂല്യങ്ങൾ. വിദ്യാഭ്യാസം ഒരു യാത്രയാണ്. ഗ്രേഡുകളെക്കുറിച്ചോ പരീക്ഷാഫലങ്ങളെക്കുറിച്ചോ മാത്രമല്ല, ജ്ഞാനം, സത്യസന്ധത, ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ നേരിട്ടുള്ള ധൈര്യം എന്നിവയെക്കുറിച്ചും എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു സ്കൂളിൻ്റെയും ഏറ്റവും വലിയ ശക്തി ജിജ്ഞാസ ഉണർത്താനും ആജീവനാന്ത പഠനത്തിലുള്ള ആഗ്രഹം ഉണർത്താനുമുള്ള കഴിവിലാണ്. ഈ സ്കൂൾ അത് ചെയ്തുവെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ K ബബിത, മേലാർകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബിജുകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T വത്സല, സജിനി കലാധരൻ, മറിയ, ആസിഫ് അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നടി റെനീഷ റഹ്മാൻ മോസ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.